ഇന്ന് നല്ല ഒരു മത്തൻ ഇലയുടെ തോരൻ ഉണ്ടാക്കിയാലോ. മത്തൻ്റെ ചെറിയ കിളുത്ത് വരുന്ന ആ തണ്ടും ഇലയും എല്ലാം കൂടെ വെച്ച് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു തോരനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് മത്തൻ്റെ ആ തണ്ടും കിളുത്ത് വരുന്ന ഇലകളും എല്ലാം കൂടെ അരിഞ്ഞത് ഒരു 3 കപ്പ്, ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചുവന്നുള്ളി, ഇതെല്ലാം ഒതുക്കാനാണ്. പിന്നെ ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, കടുക് 1/2 ടീസ്പൂണ്, ചെറിയ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 5 എണ്ണം. ഇതെല്ലാം കൊണ്ട് നല്ല ഒരു മത്ത ഇല തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കൊന്ന് നോക്കാം. മത്ത ഇല തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് കടുക് ചെറുതായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ആഡ് ചെയ്യാം. കടുക് പൊട്ടിയിട്ടുണ്ട്, ചുവന്നുള്ളി നമുക്ക് അതിനകത്തോട്ടിടാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് കഴിയുമ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂത്ത് വരട്ടെ. ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒതുക്കിയ തേങ്ങാപ്പീര, തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒതുക്കിയത് നമ്മളിട്ടു. അതിൻ്റെ കൂടെ തന്നെ ആ മത്തനിലയും കൂടെ അരിഞ്ഞത് ഇടുക. നന്നായിട്ട് അതൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി ഒന്ന് അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് മതി. അത് അപ്പോഴേക്കും വെന്ത് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ കിട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഉണ്ടാക്കാം. നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കുക എന്നുള്ളത് അരിഞ്ഞെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് 3-4 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കി, ആവിയൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. അത് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. പിന്നെ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മത്തനിലയുടെയും തേങ്ങയുടെയും ആ വെള്ളത്തിൽ കിടന്ന് അത് തോരനായി കിട്ടിയാൽ മതി. ഒട്ടും വെള്ളം ചേർക്കേണ്ട. ഇനി അതെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം.